അങ്ങനെ പല പല രീതിയിലുള്ള ഹണി ട്രാപ്പിംഗ് ഈ കള്ളർക്കുള്ളത്. ഇൻഷുറൻസ് ഇവന്മാരിങ്ങനെ പറയുന്ന കേട്ടില്ല. അപ്പോൾ ഇവന്മാരിങ്ങനെ ഉണ്ടാക്കുന്ന കഥകളൊക്കെ, ഇവന്മാരുടെ കഥകളെല്ലാം നമ്മൾ പിടിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവന്മാരുടെ ഇപ്പം പെണ്ണുങ്ങളുടെ ഫോട്ടോസ് എടുക്കുക, ഇതെല്ലാം എന്ന് വെച്ചാൽ എന്ത് ഫോട്ടോസാണെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥകൾ ഉണ്ടാക്കുന്നത്. ഇവൻ പറയുന്നതെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇവൻ ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുന്നതെന്ന് ഇവൻ കറക്റ്റായിട്ടെല്ലാം പറയുന്നുണ്ട്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആ അടൽസൊള്ളി പറയുന്നുണ്ട്, എല്ലാം നമ്മൾ പിടിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെങ്ങനെയാണ് കഥകളൊക്കെ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഹണി ട്രാപ്പ് ആളുകൾ ചെയ്യുന്നതെന്നൊക്കെയുള്ള കഥകൾ നല്ലപോലെ ഇത് മനസ്സിലായില്ലേ. ഇതൊക്കെയാണ് കഥകൾ. ഇങ്ങനെ നടക്കുകയാണ് കഥകളുമായിട്ട്. വേറെ ജോലിയൊന്നുമില്ല ഇവൻ്റെ വിചാരം എന്തുവാ, ഇവനിങ്ങനെ മറഞ്ഞു നിന്ന് തുണി പൊക്കി കാണിക്കുക. അപ്പം ഇവൻ്റെ വിചാരം നമ്മൾ പെണ്ണുങ്ങൾ ഏതൊക്കെയോ ആണുങ്ങളെ പിടിക്കാൻ ഓടും, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓടും എന്നൊക്കെയാണ്. അതുപോലെ ബിജു പി എന്ന് പറയുന്നവൻ അതുപോലെ ബിജു പി എന്ന് പറയുന്ന ഒരു കള്ളനുണ്ട്, നമ്മൾ ബന്ധം ഒഴിഞ്ഞവനെ. അവനും ഇതുപോലെ എൻ്റെ ഒരു കൊച്ചൊക്കെ ശനിഞ്ഞാറോ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. എന്താണെന്നും അറിയത്തില്ല. പൊന്നച്ചാ ഇവൻ വല്ല മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് എന്താ നടത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. അത്ര തെണ്ടിയ ഇവൻ ഇതുപോലെ 1 മണി വരെയൊക്കെ ഇങ്ങനെ ലാപ്ടോപ്പിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഇരിപ്പായിരുന്നു ജോലി. ഇവൻ്റെ വിചാരമോ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എന്താ, നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ വേറെ ആണുങ്ങളെ തിരക്കി പോകുന്നൊക്കെ ആയിരിക്കും വിചാരം. പക്ഷെ അങ്ങനൊന്നുമല്ല, മനസ്സിലായില്ലയോ. അതൊന്നും അല്ല പെണ്ണുങ്ങൾ തിരക്കി പോകാനുള്ള കാരണങ്ങളൊക്കെ വേറെയാണ് കാരണം. അപ്പോൾ ഇവന്മാരുടെ വിചാരം ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ എന്തൊക്കെയോ ഇതിൽ അങ്ങനെ പോകും. അതിന് ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ ഒരു അച്ഛൻ്റെ അനിയൻ ഒരു പൊടിയൻ എന്ന് പറഞ്ഞ ഒരു അവനുണ്ടായിരുന്നു. നിങ്ങൾക്ക് തിരക്കി നോക്കാം. അവൻ തുണിയില്ലാതായിരുന്നു വരുന്നത്. അവനൊരു രാവിലെ കുളിച്ചേച്ച് ഇവൻ്റെ വീട്ടിൽ വന്നാണ് വിളക്ക് കത്തിക്കുന്നത്. അവന് സ്വന്തമായിട്ട് വീടുണ്ട്. അവൻ അവിടെ കത്തിച്ചേച്ച് അവൻ ഇവിടെ വരും കത്തിക്കാൻ. ഇവർക്ക് അങ്ങനൊന്നും ഇല്ലാഞ്ഞതാണ്. ഇവൻ ഉടനെ ഒരു പുതിയ സിസ്റ്റം തുടങ്ങിയത്, അങ്ങനെ കത്തിക്കാൻ വരും. ഇവൻ കത്തിക്കാൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുളിച്ചേച്ച് വലിയ കണ്ണുള്ള ഈരയും തോർത്തും ഒക്കെ കൊടുത്തപ്പോൾ അവൻ്റെ അടിയിൽ ഒന്നും ഇടത്തില്ല. അപ്പോൾ എല്ലാം കാണാം. അപ്പോൾ ഇവൻ്റെ വിചാരം പെണ്ണുങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഇവൻ്റെ കൂടെ പോകുന്നോ ഒക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഇങ്ങനെ വന്ന് കുറേയൊക്കെ നടത്തി. പക്ഷെ നമ്മളിപ്പോൾ ഇവൻ്റെ ഒരു അനിയൻ, അവൻ്റെ അച്ഛൻ്റെ വേറൊരു അനിയനെന്ന് ഒരുത്തനുണ്ട്, കുഞ്ഞുമോൻ. അവൻ്റെ ഭാര്യ പത്മാവതി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു. അവരോട് നല്ലപോലെ പറഞ്ഞു കൊടുത്ത്, ഇവൻ എന്തിനാണ് ഇവിടെ വരുന്നത്, ഇവൻ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിളക്ക് കത്തിക്കുന്ന ദിവസം എന്തിനാണെന്ന് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചിട്ട് ഇവനിങ്ങനെ പറഞ്ഞ്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ എന്തുവാ ഇതൊന്നും ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പെണ്ണുങ്ങളിലുള്ളടത്ത് ഇങ്ങനെ വന്ന് കത്തിക്കുന്നത് ശരിയല്ലെന്ന്. അന്നേരം ഇവനങ്ങ് നിർത്തി, ഇവൻ്റെ രോഗം അങ്ങ് നിർത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥകൾ. ഇപ്പോൾ ഇതുപോലെ ഇവിടെ സദാനന്ദ മന്ദിരത്തിൽ അപ്പുറത്ത് ഇവിടെ പണിയുണ്ട്. ഇപ്പം കുറേ ആണുങ്ങൾ അവിടെ വന്ന് കയറുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ആണുങ്ങൾ വരുന്ന കഥകളുണ്ടാക്കും. നമ്മുടെ വീട്ടിലല്ല വേണ്ട, നമ്മുടെ വീട്ടിലെങ്ങും ആരുമില്ല. ഇതൊക്കെ നമ്മൾ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും അപ്ലോഡ് ചെയ്ത് വെക്കുകയാണ് എല്ലാം. ഇന്ന് ഏപ്രിൽ 8 ഇപ്പം 9:40 ഇവിടെ ഒന്നും ഒരാണുങ്ങളും ഇല്ല. നമ്മളിവിടെ ഇരിക്കുക കേട്ടോ. ഇവിടെ ആണുങ്ങളെ ഒന്നും കയറ്റി വെച്ചിട്ടില്ല. അങ്ങനെ പല പല കഥയുണ്ടാക്കി തിന്നുക ജോലി. കോമ്പൻസേഷൻ വാങ്ങിച്ചിങ്ങനെ ഉണ്ണുക പല രീതിയിലാണ്. പിന്നെ ലിവർ ഡിസീസ്, മറ്റേ ഡിസീസ്, പല പല ഡിസീസ് ഉണ്ടാക്കുകയുള്ളുമാർ. എന്തുവാ പിന്നെ കലക്കി നമുക്ക് പാലിനകത്തൊക്കെ കലക്കി തരും. അതുകൊണ്ട് നമ്മൾ പാലൊന്നും കുടിക്കുന്നില്ല. പാലിനകത്ത് കുറേ ഈ നമ്മുടെ പാൻക്രിയാസിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കലക്കി തരിക. പിന്നെ അങ്ങനെ പല പല വേലകളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. പിന്നെ ഇങ്ങനെ ലേസർ അടിക്കുക, ഇങ്ങനെ പലതിനും പലതുണ്ട്. അതില്ല ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ലോ ആക്ടിങ് പോയിസണെ കുറിച്ചൊക്കെ. നമ്മൾ മാത്രം പറയുമല്ല, അങ്ങനെ പിടിച്ച സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരു പെണ്ണുമ്പിള്ളെ, പാലക്കാട്ടുകാരി ഒരു പെണ്ണുമ്പിള്ളെ പിടിച്ചത്, ഭർത്താവിന് കലക്കി കൊടുത്ത് പിടിച്ചതും, അങ്ങനെ പല പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പല രീതിയിൽ ഇങ്ങനെ നടക്കുക. ഇവന്മാരാണ് ഈ മയക്കുന്ന സാധനമൊക്കെ കൊണ്ട് നടക്കുക. ഇവന്മാരെല്ലാം സദാനന്ദ മന്ദിരത്തിലെ ഇവന്മാരും കുറേ അവന്മാരുണ്ട്. ഇവന്മാരുടെ കയ്യിലൊക്കെ ഉണ്ട് ആളുകളെ മയക്കുന്ന സാധനം. വെള്ളത്തിൽ കലക്കി തരിക. ബിജുപ്പിയുടെ കയ്യിലും ഉണ്ട്. ജ്യൂസിനകത്ത് ഇവൻ ചോദിച്ചത് ആളുകളോട്, ജ്യൂസിനകത്ത് കലക്കി കൊടുക്കാവോ, ഇങ്ങനെ പലതും. ഇവന്മാരെല്ലാം ആ ഗ്യാങ്ങിൽപ്പെട്ടതാണ്. ഇവന്മാർ പല ഇതുപോലെ കലക്കി കൊടുത്ത ആക്സിഡൻ്റ് ആണെന്ന് വരുത്തും. അങ്ങനെ പല പല രീതിയിലാണ് ഇവന്മാർ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പിന്നെ നിങ്ങളുടെ കാര്യം നോക്കണ്ട. അവന്മാർ ആക്സിഡൻറ്റും അതും ഇതൊക്കെ ആണെന്ന് വരുത്തി നിങ്ങളെ കൊല വിളിക്കും. എന്നിട്ട് സ്വത്ത് മുതലൊക്കെ അടിക്കും. ഇതാണ് ഇവന്മാരുടെ ജോലികൾ. ഇവന്മാർ വൻ തുകകൾ നമ്മളെക്കുറിച്ച് സ്ട്രോക്ക്. പക്ഷേ ഇവർക്കൊക്കെ സ്ട്രോക്ക് വന്നാൽ ഒരു കുഴപ്പമില്ല. ഇവളുമാർക്കൊക്കെ ഞാൻ കണ്ടതാണ്.
ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. സ്ട്രോക്കാന്ന് പറഞ്ഞ് രാജമ്മയുടെ സ്ട്രോക്ക്, അവൾക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, രാജമ്മയുടെ സ്ട്രോക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പ്രാവശ്യം അവിടെ ഒരു കുഴപ്പമില്ല. എന്നിട്ട് അവൾ സ്ട്രോക്ക് വന്നവൾ നല്ല ഒന്നാന്തരമായിട്ട് 5 കൂട്ടാൻ കറിയെല്ലാം തന്നെത്താനെ ഉണ്ടാക്കിയാണ് അവൾ സൽക്കരിച്ചത്. അപ്പോൾ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്ക് എന്തുവാന്ന് മനസ്സിലാവും. സ്ട്രോക്ക് അപ്പോൾ ഈ കള്ളർക്കൊന്നും ഒരു സ്ട്രോക്ക് വന്ന ഒരു കുഴപ്പമില്ല. ഇവൾ സ്ട്രോക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി കള്ളർ. ഇവൾ തല മുതൽ നഖം വരെ ഇവൾക്ക് അസുഖമാണെന്ന് പറയുന്നത്. ഇവൾക്ക് തലച്ചോറിന് അസുഖം, നട്ടലിനസുഖം, നട്ടലിനസുഖം, കണ്ണിനസുഖം, ഹെർണിയ, പിന്നെ അവൾക്ക് എന്തുവാ, പിന്നെ ആമവാദം, പിന്നെ അവൾക്ക് എന്തുവാ യൂറിക് ആസിഡ്, പിന്നെ അവൾക്കില്ലാത്ത, പിന്നെ എന്തുവാ അസ്ഥിയില്ല, അവൾക്കില്ലാത്ത അസുഖങ്ങളില്ല. ഇതിനെല്ലാം അവൾ കാശ് വാങ്ങിക്കുക. നമ്പർ 1 കള്ളിയാണ് അവൾ, കള്ളി. അവൾ എൻ്റെ വീട്ടിൽ പോലീസുകാരെ കൊണ്ട് വന്ന് കയറി അടിച്ചു പൊളിച്ചവളാണ്. അവൾ ഏത് ഗൂണ്ടായിസവും ചെയ്യുന്നവളവൾ അത്ര കള്ളിയാണ്. ഇവിടെ വന്ന് കുറേ കയറി നടത്തിയതായി ഇവൾക്ക്. ഇവിടെ എനിക്കില്ലാത്ത നാട്ടുകാരാണ് അവൾക്ക്. മെമ്പറൊക്കെ ഇവിടെ നക്ഷത്രം പോലെ വരുന്നത്. ഇവൾ ആരാന്നറിയത്തില്ല. ഇവൾ അത്ര സപ്പോർട്ടാണ് ഇവിടേക്ക്. എന്ന് വെച്ചാൽ ഗ്യാങ് സപ്പോർട്ടാണ്. ഗ്യാങ് സ്റ്റോക്കിംഗ് ഒക്കെ നടത്തുന്ന ഈ കള്ളക്കൂട്ടം. നമ്മൾ വിളിച്ചാൽ ഒരു മെമ്പറും വരത്തില്ല. പക്ഷേ ഇവളൊക്കെ വിളിച്ചതേ ഇല്ല. വേറുള്ളവർ വിളിച്ചിങ്ങി വരുത്തും മെമ്പറിനെയൊക്കെ. ഇവളാരാ ഇവിടുത്തെ ഇവൾക്ക് വല്ല അവകാശമുണ്ടോ ഇവിടുന്ന് പറഞ്ഞു വിട്ട്. ഇനി ഇവിടെ പോലീസുകാരൊന്നേരെ പറഞ്ഞു ഓടിക്കോളാനെന്ന്. കാരണം ഇവിടുത്തെ വല്ലവരുവാണോ? പോലീസ് സ്റ്റേഷനിലൊക്കെ മെമ്പറിനെ കൂട്ടി പോയത് ഏതാണ്ട് ഉടനെ അങ്ങ് ഒപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ കയറ്റി നിർത്താൻ ഇവിടെ വല്ല അവകാശമുണ്ടോ? എൻ്റെ അച്ഛൻ്റെ വീട്, എൻ്റെ അച്ഛൻ്റെ ഇവളാരാ? എൻ്റെ അച്ഛൻ്റെ ഇവൾക്ക് വല്ല ഇതുണ്ടോ? ഞാൻ ചെന്ന് ഇപ്പം എനിക്കൊരു സഹോദരിയുണ്ട്. അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി അവിടെ കയറി താമസിച്ച് എന്നെ അവർ ഇറക്കി വിട്ടാൽ എനിക്ക് പോലീസിനെയും കൊണ്ട് ചെല്ലാനുള്ള എന്ത് അവകാശമുള്ളത്? ഇവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലയോ? വല്ല അവകാശമുണ്ടോ? കണ്ടവടെ വീട്ടിൽ പോയി ഞാൻ പോലീസിനെ കൊണ്ട് ചെന്ന് എനിക്ക് അവിടെ താമസിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് അവകാശമുള്ളത്? ഇതെൻ്റെ പേരിലുള്ളതാണ്. ഇവർക്ക് വല്ല അവകാശമുണ്ടോ? രാജമ്മയെന്ന് പറയുന്നവർക്ക് അത്ര ഗൂണ്ടായിസ്. ഇവൾ കുറേ ഗൂണ്ടായിസ് ഇവിടെ നടത്തി. നമ്മളെ ഒറ്റാൻ ഭയങ്കര അവളിവിടെ കയറി അങ്ങ് ഇതാക്കുമായിരുന്നു. എന്നെ കൊല്ലാനായിട്ടുള്ള പരിപാടികളൊക്കെ എല്ലാ ആഴ്ചയും അവിടെ ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ നടത്തുമായിരുന്നു. അവൾ ചാടി എണീറ്റ് 5 മണിക്ക് 4 മണിക്ക് 4:30 ഞാൻ എണീറ്റ് നമ്മൾ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ പോകുന്നുണ്ട്. അവളിങ്ങ് ചാടി എണീറ്റ് വരുക. അവർക്ക് ഒരു കുഴപ്പമില്ല. അവൾ അന്നേരമേ എണീക്കും. അവൾക്ക് യാതൊരു കുഴപ്പമില്ല. അവൾക്ക് അത്ര കള്ളിയാണ്. നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കി. ഇപ്പം ഫോണും ഒക്കെ ഓഫ്. അവിടെ നമ്പറാ 8547459107. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോ. ഈ നമ്പർ നിങ്ങൾ ഡയൽ ചെയ്ത് നോക്കിക്കോ. ഇവളിപ്പം ഫോൺ വരെയും ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് നടക്കുക. നമ്പർ 1 കള്ളി, കൊള്ള സംഘത്തിലെ കള്ളിയാണ്. ഇൻഷുറൻസ് മോട്ടിക്കുന്നവൾ.